അത് കഴിച്ച് എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് നോക്കൂ, അങ്ങനെ ഫൈനലി നമ്മളങ്ങനെ സിക്കിം കയറാൻ വേണ്ടി പോവാണ്. യെസ്, ഒരു സൈഡിലേക്കുള്ളത് മറ്റു സൈഡിലേക്കുള്ള കിട്ടുന്നില്ല. കാരണം സെപ്റ്റംബർ അവസാനത്തോടു കൂടി ആ റൂട്ട് ഗൈസ് നോക്കൂ, അതായത് ലാച്ചിൻ പിന്നെ ഗുർദോമാറിലേക്ക് നദുല പാസ് ആ ഭാഗങ്ങൾ നമുക്ക് പോകാൻ പറ്റാത്തുള്ളൂ. ഗൈസ് നോക്കൂ, പിന്നെ ഇന്ന് നമ്മൾ പോകാൻ വേണ്ടി പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ബാബാ മന്ദിർ, ഓൾഡ് ബാബാ മന്ദിർ, ന്യൂ ബാബാ മന്ദിർ, പിന്നെ സുലൂക്ക് റൂട്ട്. ഗൈസ് അങ്ങനെയൊക്കെയാണ് 3 ദിവസത്തെ പരിപാടി. 3 ദിവസത്തെ പെർമിറ്റാണ് നമുക്കുള്ളത്. 3 ദിവസത്തേക്ക് 3000 രൂപയാണ് നമ്മുടെ പെർമിറ്റ്. ഓൾറെഡി നമ്മൾ 2020-21 കാലഘട്ടത്തിൽ ഇവിടെ വന്നപ്പോൾ നമുക്കൊരു ഏജൻസിനെ അറിയായിരുന്നു. അപ്പോൾ ആ ഏജൻറ്റ് മുഖേന ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അന്ന് അത് മുഖേന അയാൾക്ക് കുറേ ആൾക്കാർ ഇതൊക്കെ ചെയ്തെന്നൊക്കെയാണ് അയാൾ പറഞ്ഞത്. യെസ്, ഭാഗ്യവാൻ. അപ്പം നമ്മൾ നേരെ വണ്ടി എടുക്കുകയാണ്. ഇനി അങ്ങോട്ട് തണുപ്പായിരിക്കും, മഞ്ഞായിരിക്കും. ഇനി ഈ ഡ്രസ്സൊന്നും പറ്റത്തില്ല, നമ്മുടെ സാധനങ്ങളൊക്കെ ഇറക്കേണ്ടി വരും. ഗൈസ് നോക്കൂ, ഫൈനലി നമുക്ക് വണ്ടി എടുക്കാം. അപ്പം നമ്മുടെ ചെറുക്കനെ കഴിഞ്ഞ ദിവസം ഇട്ട് അതേ പമ്പിലാണ് ഇട്ടാക്കുന്നത്. ഇവിടെ ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിട്ട് വേണം പോകാൻ വേണ്ടി. അവിടുത്തെ കാര്യങ്ങൾ, എണ്ണയുടെ സംഭവങ്ങളൊക്കെ ഒന്ന് ചോദിക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ ഇവിടെ തന്നെ വണ്ടി ഫുൾ ടാങ്ക് ഇട്ട് എണ്ണ അടിച്ചിട്ട് പോകുന്നതാണ് നല്ലത്. നേരിട്ട് പോകും കിട്ടിയില്ല എന്ത് ചെയ്യും? പിന്നെ 3 ദിവസത്തെ പരിപാടിയാണ്, ഒരു ടാങ്ക് നിൽക്കില്ല. അപ്പോൾ ചോദിക്കണം. അത് കൂടാതെ ഒരു 10000 രൂപ കയ്യിലെടുക്കണം. ഗൈസ് നോക്കൂ, ഇവിടെ പൊല്യൂഷനും അതുപോലെ തന്നെ വാഷിങ്ങും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഓവർ സമയം കളയാനില്ല, നമുക്ക് യാത്ര ചെയ്യാം. എൻ്റെ തൊണ്ട പോയിട്ട് കുറച്ച് ദിവസമായി, ഇതുവരെ ശരിയായിട്ടില്ല. ഇവിടുത്തെ ക്ലൈമറ്റ് ആണ്, തണുപ്പും വെയിലും കൂടെ വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഇവൻ ഇപ്പോഴും ഉറങ്ങുമായിരിക്കും. നമ്മളങ്ങനെ വണ്ടിക്ക് ഫുൾ ടാങ്ക് എണ്ണ അടിക്കുകയാണ്. ഇതുകൊണ്ട് തികയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ കിലോമീറ്റർ ഉണ്ട്, അതൊന്ന് ചോദിക്കണം. ഹൗ മെനി കിലോമീറ്റർ? എൻ്റെ മനസ്സ് വരുന്ന മൊത്തം ഒരു 100 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. ഒരു എക്സ്ട്രായും കൂടെ കാണണമെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയാണ് ഇത് ഉണ്ടാവാണ് കേട്ടോ. ഇതിപ്പോ ഉണ്ടാവാം. ഞങ്ങളുടെ ഖജനാവ് ഇപ്പം കാലിയാക്കും. ഒന്നാമത്തെ ഖജനാവിലൊന്നുമില്ല. ഇപ്പൊ അത് തീർക്കുകയും കൂടെ ചെയ്യും. ഈ എണ്ണ ഹൈ ആറ്റിറ്റ്യൂഡ് സ്ഥലങ്ങളിലോട്ട് പോകുമ്പോൾ എണ്ണ പോപ്പറായിട്ട് കത്തില്ല, അപ്പോൾ ഒട്ടും മൈലേജും കിട്ടൂല. ഇന്ന് നാളെ കഴിഞ്ഞ് നല്ല തണുപ്പായിരിക്കും. അതിപ്പോ എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവുക. ഗൈസ് നോക്കൂ, അങ്ങനെ വലിയൊരു പ്രശ്നം പറ്റി. അവിടെ നോക്കിയേ ഓക്കെ അല്ലേ ഗൈസ്? അതായത് വലിയൊരു സംഭവം സംഭവിച്ചു. സാധനം വേറൊന്നുമല്ല, നമ്മളോട് 8 മണിക്ക് ആ ഏജൻറ്റിൻ്റെ സ്റ്റാഫിനെ വിളിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ വിളിച്ചു. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. 10 മണിക്ക് ചെക്ക് പോസ്റ്റ് അടയ്ക്കും. അപ്പോൾ അതിനു മുമ്പേ നമുക്ക് ഈ വണ്ടി കൊണ്ട് എത്തണം. കാരണം മൊത്തം കയറ്റുക. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, അടിച്ചുവിട്ട് പോകാൻ പറ്റുമോ? അത് മാത്രമല്ല, ഇവിടെ ബ്ലോക്കും ഉണ്ട്. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോങ് ഒന്നും കയറി യാത്ര ചെയ്യാൻ പറ്റൂല. അപ്പോൾ 9:30 നമ്മൾ എത്തും എന്നുള്ളതാണ് മാപ്പ് കാണിക്കുന്നത്. 53 മിനിറ്റാണ് 18 കിലോമീറ്റർ യാത്ര ചെയ്യാൻ വേണ്ടി. അവിടെയാണ് 3rd റോഡ് മൈൽ എന്ന് പറഞ്ഞ സ്ഥലം. അവിടെയാണ് ഫസ്റ്റ് ചെക്ക് പോസ്റ്റ്. അത് ഫോറസ്റ്റിന്റെ അവിടെയാണ് 10 മണിക്ക് മുന്നേ കയറേണ്ടത്. അവിടെയാണ് നമുക്ക് 10 മണിക്ക് മുമ്പേ കയറിയാലേ ഇന്ന് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്നാ സംഭവം എന്ന് വെച്ചാൽ ഇന്ന് പോക്കുണ്ടാവില്ല, വീണ്ടും നമ്മളിവിടെ ഹോൾഡ് ചെയ്ത് കിടക്കേണ്ടി വരും. അതായത് അവർക്ക് ഇന്നലെ പറഞ്ഞാൽ കുഴപ്പമില്ല, നമ്മളൊന്നും മിണ്ടിയില്ലല്ലോ. ഇപ്പോഴല്ലേ പറഞ്ഞ 10 മണിക്ക് ചെല്ലണമെന്ന്. പോലീസുകാരാണ് പാർക്ക് ചെയ്തെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം. ब्लॉक आएगा वो नहीं करेगा हमारा गाड़ी. ഒന്നും പറ്റില്ല കേട്ടോ. वो तेल नहीं है ना, गाड़ी सेंटर में रखेगा, क्या करेगा? 1 मिनट आएगा. രണ്ടെണ്ണം ഇതാ പറന്ന് വരുന്നുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു അവിടെ നിർത്താൻ വേണ്ടി. അവർ നിർത്താനും സമ്മതിച്ചില്ല. പൈസ ഇല്ല, നമുക്ക് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അവിടെ UPIയോ ബാങ്കോ ഒന്നും നടക്കില്ല. കാരണം അങ്ങ് മേളാണ്, മഞ്ഞ് പെയ്യുന്ന സ്ഥലമാണ്. അവിടെ ചെന്ന് നമ്മൾ ഗൂഗിൾ പേ എന്ന് പറഞ്ഞാൽ അവർ ചിരിക്കും കേട്ടോ. ഏതോ VIP വരുന്നു. ഇവരെന്നെ കയറാത്ത അയ്യോ പൈസ കിട്ടിയില്ല. ഇതെന്നാ എന്നാ വെച്ചേ? ഓ, അതിലെ കയറാൻ സ്ഥലമില്ലായിരിക്കും. ഇത് രണ്ടുപേരും മേക്രോ ഓടി വരുന്നുണ്ട്. കിട്ടിയില്ല, പൈസ കിട്ടിയില്ലേ? സത്യം പറയാലോ, ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ മറ്റേ പരിപാടി. അതായത് 8 മണിക്ക് മുമ്പേ ഓർഡർ കയറണം, അല്ല 10 മണിക്ക് മുമ്പേ സമയം താഴെ ഉണ്ടായിരുന്നു. വെറുതെ താഴെ നിൽക്കുകയത്. എന്നാൽ അവർക്ക് ഇന്നലെ ഒന്ന് പറയുക. അല്ല, വേറെ സംഭവം ഉണ്ട്. അതായത് പൈസ കിട്ടിയില്ല. പൈസ അവിടെ ഉണ്ടെന്ന് പിന്നെ ഏജന്റിന്റെ സ്റ്റാഫ് പറഞ്ഞു. ഞങ്ങളിപ്പോൾ ഒരു ATM കയറി പോലീസുകാർ ഇഷ്ടം പോലെ വയറ് നേരത്തെ തെറിയും കേട്ടു. അവർ ഡിസ്ട്രിക്ട് കളക്ടർ വരുന്നുണ്ടായിരുന്നു, DC വന്നു കഴിഞ്ഞാൽ വഴിയുടെ സൈഡിലൊന്നും നിർത്താൻ പറ്റൂല. ഗൈസ്, ഇന്നലെ നമ്മൾ പോകാൻ നേരത്ത് കണ്ട സ്ഥലങ്ങളൊക്കെ കേട്ടോ, ഫുള്ളേ കാലാവസ്ഥ ഇവിടുത്തെ വിശ്വസിക്കാൻ പറ്റൂല. അല്ലടാ പിന്നെ പെട്ടെന്ന് കാലാവസ്ഥ മാറും. ഇവിടെ പെട്ടെന്ന് മഴയായിരിക്കും, പെട്ടെന്ന് വെയിലായിരിക്കും, പെട്ടെന്ന് മഞ്ഞായിരിക്കും അല്ലേ? ഈ ഗാങ്ടോക്കിൽ ടാക്സികൾ മൊത്തം
ഈ ചെറിയ ചെറിയ കാറുകളാട്ടോ, ഇവിടെ ഓട്ടോറിക്ഷ അങ്ങനെയുള്ള സംഭവങ്ങളില്ല. ഇവര് വഴിക്കുന്ന ആളെ ഇറക്കും, പിന്നെ ഫുള്ള് ബ്ലോക്ക് പോവാം. അത് വിദേശ രാജ്യങ്ങൾ പോലെ ഫുള്ള് ടാക്സി 4 വീൽ അല്ലടാ ഇതിനെ. ഗൈസ് നമ്മൾ പെട്ടെന്നാട്ടോ തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്കുള്ള ബ്ലോക്ക് നോക്കിയേ, ദൈവം ഇപ്പോൾ നൂരി കിട്ടി. കയറ്റത്തിലാണ് ബ്ലോക്ക്, അതാണ് ഏറ്റവും കൂടുതൽ. 10 മിനിറ്റേ ഉള്ളൂ നമ്മുടെ ടൈം. 10 മിനിറ്റ് ഉള്ളൂ. ആ 10 മിനിറ്റ് പോയാൽ ഇന്നത്തെ ദിവസം കഥം കുതം. ആ ശരി കേട്ടോ, 9:35 കേട്ടോ. ഇനി 23 മിനിറ്റും കൂടെ നമുക്ക് സഞ്ചരിക്കാനുണ്ട്. നമ്മൾ പോകുന്ന വഴി നോക്കിയോടാ, ബിൽഡിംഗ് നോക്കി. ബിൽഡിംഗ് റോഡിനോട് അടുത്തല്ലേ, നമുക്ക് മേളോട്ട് നോക്കി ഒരു പ്രത്യേക ഫീലിംഗ് ആട്ടോ. എനിക്ക് തോന്നുന്നത് ഓൾഡ് ടൈപ്പ് ബിൽഡിംഗാണ് ഈ സാബപ്പോളില്ലേ ബ്രസീലിലെ, ഏകദേശം ആ ഒരു സെറ്റപ്പ് ആട്ടോ. സത്യമായിട്ടോ ഇവ പറഞ്ഞ സാബപ്പോളെ പോയില്ലേലും സാബപ്പോളയുടെ ഫീലിംഗ് ഇവിടെ എനിക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതെ ഗൈസ് നോക്കൂ, നമുക്ക് ഇനിയും കിലോമീറ്ററുകളുണ്ട് ഓടിപ്പിടിക്കണം. അതിന്റെ ഇടയ്ക്ക് ഇതേപോലത്തെ ബ്ലോക്കുകളാണ് രാവിലെ ആയതുകൊണ്ട് കേട്ടോ. ഈ ഈസി എല്ലാം പോകുന്ന റോഡിന്റെ അത് പിടിച്ചിട്ടാണ് നമ്മളെ വിടുന്നത്. ഇല്ല മാളാന്ന് തോന്നുന്നു കേട്ടോ. മാളൊക്കെ ഉണ്ടല്ലേ, ഇത്രയും വലിയ സംവിധാനങ്ങളൊക്കെ ഗ്യാങ്ടോക്കിൽ ഉണ്ടായിരുന്നോ? ഇവരെ സമ്മതിക്കണല്ലോ, ഇത്രയും വലിയ മലയിൽ ഇത്രയും വലിയ മാള് പണിയാൻ വേണ്ടി. എന്റെ അമ്മ, വ്യൂ പോയിന്റ്, മക്ഡൊണാൾഡ്സ്, അത് ഇത്. ഓ ഇത് 50 സെറ്റപ്പ് ആയിപ്പോലോ. ആ ഗൈസ് അത് 50 മാള. ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ ഇങ്ങനെ പോകുന്ന നോക്കി കണ്ടമാൻ ഇതുപോലത്തെ വാക്കിംഗ് വേകളൊക്കെ ഉണ്ട്. അതായത് റോഡ് ബ്ലോക്ക് ആയിരിക്കാൻ വേണ്ടി മേളിൽ കൂടെ എല്ലാം കെട്ടി കൊടുത്താക്കുന്നെ ആൾക്കാർക്ക് പോകാൻ വേണ്ടി. ഭയങ്കരമായിട്ടുള്ള ഡീപ്പ് ഇറക്കും കേട്ടോ. ഡീപ്പാന്ന് നോക്കിയേ. ഇത് റോഡ് ഇടിഞ്ഞു പോയിട്ട് ഇപ്പൊ അങ്ങനെ സെറ്റാക്കി കേട്ടോ. ഫ്രണ്ട് മുട്ടുവോ ഒരുത്തരം കേട്ടരുത്, അല്ലേ നമ്മള് മാത്രം. എല്ലാരും ഒതുക്കി തരുന്നുണ്ട്, എല്ലാവർക്കും പേടിയുണ്ട്, വണ്ടി വരുന്നുള്ള. നോക്കണേ പോട്ടെ ചവിട്ടിക്ക് മറ്റേ ഇതാ. എന്റെ വിശ്വാസം ശരിയാണ്, പണ്ട് വന്നപ്പോൾ ഇതേപോലെ തന്നെയായിരുന്നു. റോഡിന് വലിയ വ്യത്യാസം ഇല്ല, മഴ പെയ്യുമ്പം ഇതിങ്ങനെ ആവും. മഴ അത്ര ഫീൽ അടിക്കല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബസ് ആയേगा, क्या करेगा, पीछे करेगा, उधर जाएगा, आप इधर करो ना, उधर साइड है. ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് പോയ വണ്ടിയാട്ടോ, ജയിലത്തെ വണ്ടിയാന്ന് തോന്നുന്നത്. അല്ലേ, പ്രക്ഷോഭമുണ്ട്. ഓ ഇത് വളരെ നാരോ റോഡാട്ടോ, നോക്കിയേ, ചെറിയ റോഡ്. ഫ്രണ്ട് നോക്കിയേ. ഓ ഒരു 2 വണ്ടി വന്നു കഴിഞ്ഞാൽ തീരുമാനമായിട്ടോ. ഫസ്റ്റ് തന്നെ ഇട്ട് കയറാല്ലടാ രവി. ആ ഇങ്ങനെ കയറാനേ പറ്റുള്ളൂ. ആട്ടോ എന്താ മോനെ ഫ്രണ്ടിലെ കയറ്റം, എന്താ രസം. ഒരു 1.5 കയറ്റമായിപ്പോ അല്ലേ ഇവനെ. അതെ വൈകിട്ടായിപ്പോ ഗൈസ്. കയറ്റം എന്ന് പറഞ്ഞാൽ അപാര കയറ്റം, കുത്തനെയുള്ള കയറ്റം. ബേക്ക് വണ്ടി വന്നാലാണ് പെടുന്നല്ലേ ഇവനെ. പിന്നെ ഇതേ ഇവിടെ എവിടെയെങ്ങാനാ DC ഓഫീസ്. DC ഓഫീസിൽ ചെന്നിട്ട് വേണല്ലോ നമുക്ക് പോകാൻ വേണ്ടി. അതെ അവനെ വിളിച്ച് എത്തിയെന്ന് പറ. ഇതാട്ടോ ഏജന്റ്. ഇയാളല്ലേ. പട്ടിയാ? ഇല്ല കുഴപ്പമില്ല, പോട്ടെ. റൈറ്റ് പോട്ടെ. ഓക്കെ പെട്രോൾ പമ്പിൽ പാർക്ക് ചെയ്യാനാ കേട്ടോ. പുള്ളിക്കാരൻ വരാൻ ആകെ അതിന് ബാത്റൂം പോലിരിക്കുന്നില്ല, പെട്രോൾ പമ്പാ. എവിടെ പാർക്ക് ചെയ്യാനാ? പോലീസ് ഇവിടെ തടഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പെർമിറ്റ് ഉള്ളവരെ മാത്രമേ വിടുകയുള്ളൂ. ആണോ? ആ Ready-made, okay? Okay. No need to, you don't have any problem. I make the Xerox copy also, okay? Okay. And this original copy. Okay. All the documents, I submit everything. Okay. If any problem, just give me a call, okay? Where is the entry? This way. This way. Yeah, go up and there comes a U-turn. Then don't go straight, go take a U-turn. If any confusion, just ask the local people. Where is Changu Lake? Okay. Okay? Changu Lake. Okay. Your permit is still also a lot of friends from Munnar. Okay. Brother, I have any doubt, I will call you. Sure. Okay, the Nadula Pass is closed? Nadula. Vehicle not outside, vehicle not allowed. Don't go border area, they will create a lot of problem, okay? Because of Chinese troops, okay? You can apart from Natula, you can go everywhere, okay? I've mentioned everything, okay? You mentioning where? GN to RN road means Jawaharlal Nehru to from next route, okay? I've mentioned everything. Bhaiya ye Lachin our route nahi chahiye. It's close. Oh, it's close. Yeah, total due to landslide. Okay. Because I've got lot of some bikers and friends from. Brother, I have wondered, Upper in petrol bunk? Last pump is this.
Oh, last pump is this. Oh, put over here. Okay. No pump up there. I am entering the checkpost. Up there, no pump. Oh, this is only the last pump. Put over here. Adika. So that's why I told you to put the vehicle in the pump. No, that's why. How many kilometers total? Total, it will take a full tank because you are from Kerala. No, it will not go waste. Okay. Yeah. It will be utilized. Total how many kilometers? From here, Huh? from here, Natula, from here to Changu Lake, it will take 2 hours. Okay, how many kilometers? Kilometer, don't go after kilometers over here because it's a hill area. Okay. I am already visited this place. Okay. I am already, but Where is the in 4 years पहले. ATM? Not walking. You can give me online. You are close. No. Oh, up there also right now you can use online. Okay. There is no problem. No problem. You also give me online. Okay. And one more thing, put the pump oil over here. Okay, You have got how much oil in here? ഇതിലോട്ടല്ലേ വന്നത് ഒരു 3000 രൂപ കൊടുത്തിട്ട് 4000 രൂപ കൈ തരുമെന്ന് ചോദിക്കാം. ആ പെട്രോൾ പമ്പില്ലല്ലോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എണ്ണ മേടിച്ചുകൊണ്ട് വേണം പോകാൻ. എന്തെങ്കിലും സാധനം ഉണ്ട് അത് മേടിക്കണം. ഇതിന്റെ പൈസ ആ സ്കാനർ ഉണ്ടെന്നാ പറഞ്ഞേ. ആ ഈ പൈസ ഒന്ന് സെൻഡ് ചെയ്യാം 3000. ആർക്കാ കൊടുക്കണ്ടേ? സ്കാനർ പുള്ളിക്കോ? Scanner, they do. അതാണ് പുള്ളിയുടെ പൈസ. അതെ മൊത്തം ഒരു പൈസ തന്നെയാ. എന്റെ പൈസയുള്ളോ? Send me the screenshot, okay? Yeah, Ma'am, you don't pay, okay? He's paying. okay. ഇതിനകത്തോണ്ടുള്ള പിന്നെ കുപ്പിയിൽ നമ്മൾ അടിക്കുക കേട്ടോ, വേറെ വകുപ്പില്ല. ലിവിന് അത് കൊട്ടണം തീർച്ചേട്ടാ. കൊട്ടണ വെള്ളം കളയണേ. 20 40 ആ ടോട്ടൽ 40. എൻ്റെ അമ്മേ ഇതിനകത്ത് നല്ല വെള്ളമുണ്ടല്ലോ. ഇവിടെ കള്ളത്തരമാണോ അല്ലയോ എന്നുള്ള അതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്, അത് കുഴപ്പമുണ്ടില്ല. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല, മിസ്സിങ് ഉണ്ടാവുന്നുള്ളൂ. പിന്നെ ഡീസൽ ഇവിടെ മണ്ണെണ്ണ കലർന്നു. പിന്നെയാ പോരെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെയാണ് വിഷയം വരുന്നത്. ഈ കുപ്പി ഉള്ളത് നന്നായി കേട്ടോ, അല്ലേ പെട്ടുപോയാനെ. അതെ അല്ലേ 40 ലിറ്ററിൻ്റെ ആവശ്യമുള്ളൂ. ഫൈനലി ലിവിൻ ഒരെണ്ണം കൊണ്ടുപോയി, അമിത് ഒരെണ്ണം കൊണ്ടുപോയി, അല്ല അമിത് അല്ല ദീപിച്ചേട്ടൻ ഒരെണ്ണം കൊണ്ടുപോയി. ഇത് അടുത്ത ആൾ ഏറ്റവും ഓൾറെഡി ടേക്ക് ഇറ്റ്. ബൈ ഗൈസ്, നമുക്ക് സാധനങ്ങളെല്ലാം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കയറ്റി കഴിഞ്ഞാൽ പകുതി റിസ്ക് കുറഞ്ഞു. ഇനിയിപ്പോൾ ഫ്രണ്ടിലൊരു ഇതുണ്ട്, എന്തുണ്ട്, അതായത് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അത് ആരും എടുത്ത് കുടിക്കരുത് കേട്ടോ വെള്ളം. വെള്ളം എടുത്ത് ആരും കുടിക്കരുത് കേട്ടോ, രണ്ടിൻ്റെ കളർ ഒന്നാ. അതെ കയറ്റി അവിടെ വേണ്ട, ഇവിടെ കയറ്റാൻ പറ്റും, ഇവിടെ കയറ്റണം. എല്ലാം കയറ്റിക്കോ, ഒരു സാധനം പോലും മാറ്റണ്ട. എല്ലാ സാധനവും ഇവിടെ തന്നെ കയറ്റിക്കോ. ഗൈസ്, നമ്മളെ അങ്ങനെ എണ്ണ സ്റ്റോർ ചെയ്തു. പെട്രോൾ നമ്മുടെ ഇപ്പോൾ ഒരു 15 ലിറ്റർ ഉണ്ട്. അത് 10ഉം ഇത് 5ഉം നീ ഇന്നലെ എടുത്തില്ലേ, 10 ലിറ്റർ കാണുള്ളൂ. അപ്പോൾ അത്ര ഉണ്ട്. പിന്നെ ഇന്നലെ വെച്ചിട്ടില്ല. ഇല്ല. അപ്പൊ അക്കോസ് 15 ലിറ്ററും 40 ലിറ്റർ ഡീസലും നമ്മുടെ എക്സ്ട്രാ ഉണ്ട്. പിന്നെ ഫുൾ സഹായത്തിന് പോകണ്ട കേട്ടോ. കഴിഞ്ഞ വർഷം നമ്മൾ കാശ്മീർ സഹായത്തിന് പോയിട്ട് നമ്മൾ അവസാനം കുടിമീൻ ഓർമ്മയുണ്ട്. അതായത് നമ്മുടെ വണ്ടിയിലും അത്യാവശ്യം എണ്ണയുണ്ട്, 10-50 ലിറ്റർ എണ്ണയുണ്ട്. ആദ്യം നമുക്കിപ്പോൾ ഒരു ഇത് കിട്ടും. എന്ത് കിട്ടും? അതായത് നമുക്കൊരു പോലീസ് പോസ്റ്റ് കിട്ടും. അപ്പോൾ ലിവിൻ്റെ കയ്യിലിരിക്കുന്ന ഈ പേപ്പറുകൾ അവിടെ കൊടുക്കണം. അതിന് ശേഷം വേണം ഓരോ സ്ഥലത്ത് കയറാൻ വേണ്ടി. ആദ്യം നമ്മൾ പോകുന്ന ഒരു ലേക്കിലാണ്. അവിടെയാണ് നീ ശ്വാസം മുട്ടിയെന്ന് എനിക്ക് തോന്നുന്നേ. ഇതാണ് ചെക്ക് പോസ്റ്റ്. ഇവിടെ നമ്മളെല്ലാം കാണിച്ചിട്ട് വേണം പുറത്തോട്ട് പോകാൻ വേണ്ടി. ഇവിടെയാണ് നമ്മളെല്ലാം കാണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇപ്പം അറിയാം കേട്ടോ ചെക്ക് പോസ്റ്റിലെ കാര്യങ്ങൾ. ഫൈനലി അങ്ങനെ ഒന്നും പറയണ്ട, ഇനിയൊന്നും പറയാനില്ല. ലാസ്റ്റേ നമ്മൾ യാത്ര ചെയ്തതും നമ്മുടെ സംവിധാനങ്ങളും നമ്മൾ വളരെ വലിയ പാസുകൾ കടന്നെന്നൊക്കെ പറഞ്ഞ്, പിന്നെ ഇവിടെയൊക്കെ നമ്മുടെ വണ്ടി കയറ്റിന്നൊക്കെ പറഞ്ഞ് കയറ്റിട്ടാ. ഞാൻ ആദ്യം പറയാം, അതിന് ഞാൻ ബോർഡർ എടുത്തിട്ടാ കേട്ടോ. ഗൈസ്, ഭയങ്കര കോട കേട്ടോ. ഇതാകെ ഇപ്പം തലശ്ശേരി കോഴിക്കോട് ലൈൻ ബസ് ഓടുന്ന അവസ്ഥയായി. ആകെ ഇച്ചിരി സമയമുള്ളൂ. അതിന് ഓടിപ്പിടിക്കണം. 8 മണി കിട്ടും, 5 മണിയാകുമ്പോൾ തിരിച്ചിറങ്ങുന്നു തോന്നുന്നു. ഇനി അടുത്ത ചെക്ക് പോസ്റ്റ് ഇല്ലേ, അവിടെ കൂടെ ചോദിച്ചേക്കാം ഒരു ദിവസം കൂടെ നിന്നോട്ടെ എന്ന്. അതായത് ഇവിടെ ക്യാമ്പ് ചെയ്യാൻ പറ്റൂല, അതായത് പെർമിറ്റ് കിട്ടും, ക്യാമ്പ് ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം എവിടെ ക്യാമ്പ് ചെയ്തേ? ഏതാ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏതോ ടൗണിലെ ക്യാമ്പ് ചെയ്തേ. അന്ന് നമ്മൾ ഒരു ദിവസം കൊണ്ട് കയറിയിട്ട് ഒരു ദിവസം കൊണ്ട് ഇറങ്ങി വന്നു. അതെ, ഒരു ദിവസം കൊണ്ട് കയറിയിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ഇറങ്ങി വന്നു നമ്മൾ മൊത്തം. 11 മണിയായിപ്പോയി, അതാ പറ്റിപ്പോയി. ഒരു സാധനവും കാണത്തില്ല കേട്ടോ ഫ്രണ്ടിലേക്ക്. അതായത് ഇപ്പൊ ഇങ്ങനെയാണ്, രാത്രിയൊക്കെ കഴിഞ്ഞ ഭയങ്കര മഞ്ഞാന്നാ പറഞ്ഞേ. 33 കിലോമീറ്റർ. അതിലേക്ക് വെറും 45 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ പാസിംഗ് ഇല്ലല്ലോ. മേളിൽ നിന്നൊക്കെ ഇടിഞ്ഞു വിടാക്കുന്ന കല്ല് നോക്കിയവരെ. ഇതേപോലെ ലാൻഡ് സ്ലൈഡ് ഉണ്ടോ, അതാ അപ്പുറത്തെ വശത്തോട് കയറ്റി വിടാത്ത. ഓ അതാണല്ലേ. ഇവിടെ ഓടിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം കേട്ടോ. വണ്ടി ഇപ്പൊ വന്നത് നീ കണ്ടില്ലല്ലോ? ഞാനും കണ്ടില്ല. അപ്പൊ ഏകദേശം രൂപം വെച്ച് പോണം കേട്ടോ വണ്ടി. അതായത് നമ്മുടെ വണ്ടി ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ കാറ്റഗറിയിലും പ്രൈവറ്റ് ആയതുകൊണ്ടാണ് ഈ ബസ് കയറുന്നത്. നമ്മുടെ ട്രാവലറിനും അങ്ങനെ തന്നെയായിരുന്നു കഴിഞ്ഞ വർഷം പെർമിഷൻ കിട്ടിയത്.
അല്ലാത്ത ഹെവി വെഹിക്കിളോ യെല്ലോ ബോർഡാണെങ്കിൽ കയറ്റൂല കേട്ടോ. ഇവർ ഭയങ്കര സ്ട്രോങ്ങാണ്. ഒന്നാമത് 3000 രൂപ അവിടെ ഏജൻറ്റിന് കൂടുതൽ കൊടുത്തിട്ടാണ് നമ്മളിവിടെ ഒന്നാമത് കയറിയത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ല, ഇവിടെ ചൈനയായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ രൂക്ഷമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള പോക്കും നിൽക്കും. എന്നോ കോടയെന്നറിയോ, സത്യം പറഞ്ഞാലേ ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആൾത്താമസമോ അങ്ങനെ വലിയ സംവിധാനങ്ങളോ കാര്യങ്ങളോ ഒന്നും. പക്ഷേ ഇവിടുത്തെ ഇതേപോലെ BROയുടെ പണികൾ നടപ്പുണ്ട് കേട്ടോടാ. അതായത് BRO എന്ന് പറഞ്ഞാൽ ആർമിയിലെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഒരു, അതായത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. അവരാണ് ഇവിടെ എല്ലാം റോഡ് പണിയുന്നത്. ഫേമസ് കൊട്ടേഷൻ ഉണ്ട് ഇവനെ, ആകാശം മുട്ട ഇവർ റോഡ് പണിയെന്നൊക്കെ ഉള്ള. പോകുന്ന വഴി മൊത്തം ഇതേപോലെയുള്ള ഫ്ലാഗുകളാട്ടോ. ട്രക്ക് ഇറങ്ങി വരുന്നുണ്ടല്ലോ. ഇത് ഇവിടുത്തെ ട്രക്കാണ്. ഇത് എന്തൊക്കെ എഴുതി വെച്ച ട്രക്കാണ്. ഗ്രാമത്തിലേക്ക് സാധനങ്ങളോ സംഭവങ്ങളോ കൊണ്ടുവന്നായിരിക്കും. ഗവൺമെന്റിന്റെ ആണോ? ഇവിടെ എല്ലാം പോലീസിന്റെ പരിപാടികളുണ്ട് കേട്ടോ. എല്ലായിടത്തും നിരീക്ഷണം തന്നെ. ഇവിടെ നമുക്ക് വണ്ടി വഴിക്ക് നിർത്താൻ പാടില്ലെന്നാണ് പറഞ്ഞാൽ. നിങ്ങൾ വണ്ടി ഓടിച്ചു വെക്കോ, സേഫായുള്ള സ്ഥലത്ത് മാത്രമേ നിർത്താവുള്ളൂ, എല്ലാ സ്ഥലത്തും നിർത്തരുത്. അതായത് എനിക്ക് തോന്നുന്നു 4-3 വർഷങ്ങൾക്ക് മുമ്പേ, 4 വർഷം മുന്നേ ഇവിടെ നമ്മൾ ടാക്സിക്കാരൻ പറഞ്ഞ് പോകാൻ പറ്റില്ല എന്ന് ഞങ്ങൾ അവിടെ കയറ്റി. പിന്നെ അന്നെന്നൊക്കെ പറഞ്ഞ് കൊറോണ ടൈം ആയതുകൊണ്ട് കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഇവരോട് സംസാരിക്കില്ല, നമ്മൾ മാസ്ക് കൂടിയല്ല ചെല്ലുക. അതെ. പിന്നെ കാര്യമുണ്ടായിരുന്നു. പിന്നെ ചൈനയായിട്ടുള്ള പ്രശ്നമില്ലേ, അത് കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത്. ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ഒന്നും കാണാൻ പറ്റില്ല. ഇങ്ങോട്ട് നമ്മൾ വണ്ടി ഓടിച്ചാൽ ഇത്രയും കൂടുതൽ മഞ്ഞിക്കൂടെ ഓടിച്ചെന്ന് വെച്ചാൽ ഈ റൂട്ടല്ലേ ഇവരെ. പിന്നെ അല്ലേ എന്നാ അവസ്ഥയാ. അതായത് ഇതെല്ലാം വേറെ വേറെ ടെറൈനുകളാണ്. ഇതിന്റെ മൊത്തം ഓരോ സൈസ് ടെറൈനാ. അതെ. അപ്പൊ ഇത് ഓരോന്നും ഓരോ രീതിയാ. ഇവിടെ എന്തോ ഒരു ചെറിയ കഫേ കേട്ടോ, BROയുടെ കോഫി ഷോപ്പ്. കോഫി ഷോപ്പ്, വെള്ളം, അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ബിസ്ക്കറ്റ്, ലേസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും. ഇങ്ങോട്ടൊക്കെ വരാൻ നേരത്ത് BROയുടെ കട മാത്രം നോക്കിയേ കയറാവുള്ളൂ. വേറെ ഇല്ലല്ലോ. വേറെ ഇല്ല. ഉണ്ട്, ചെറിയ തൂക്കാനുണ്ട്. പക്ഷെ അവിടെ റേറ്റും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. തംതും ലേക്ക്, നദുല്ല, ഇതെല്ലാം നേരെ തന്നെ കേട്ടോ. അതായത് ഈ തൊട്ട് സൈഡില്ലേ, നമ്മൾ ഈ സഞ്ചരിക്കുന്ന തൊട്ട് സൈഡ്, ചൈനയുടെ സൈഡിൽ കൂടെ നമ്മൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത്. ഫുള്ള് ചൈനയാണ്. ചൈനയുടെ തൊട്ട് അരികിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അതായത് തൊട്ടില്ല എന്നും പറഞ്ഞു. അതായത് നമ്മൾ ഓൾറെഡി ചൈനയിൽ വണ്ടി ഓടിച്ചാണ്. അപ്പോൾ നമുക്ക് ഏകദേശം അവിടുത്തെ ഒരു സംവിധാനം അറിയാം, പോയതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ സെറ്റപ്പ് എന്നാന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ റൂട്ടിൽ കൂടെ ഇങ്ങനെ പോയി. എന്നാൽ നമ്മുടെ ബോർഡിൻ്റെ അടുത്ത് വരെ അവിടെ റെയിൽവേ പണിതിട്ടാക്കുക. ട്രെയിൻ വരും അവരുടെ നമ്മുടെ എത്തുന്നതേ ഉള്ളൂ. അവരൊരു 5 കൊല്ലം 10 കൊല്ലം മുന്നേ വരെ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒരു മണിക്കൂർ 3 ട്രെയിനൊക്കെ സാധനങ്ങളായിട്ട്. അതായത് ആർമിയുടെ സാധനം കൂടി ചൈനക്കാർ വരുന്നത്. ഈ വണ്ടി കൊണ്ടുള്ള ഉപകാരം എന്നാന്ന് ചോദിക്കുന്നവരോട്, ഇതാണ് ഈ വണ്ടി കൊണ്ടുള്ള ഉപകാരം. ഇത് ലൈറ്റ് മോട്ടോർ വെഹിക്കിളാണ്. ക്യാരവാനിൽ 2 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് മോഹൻലാലിൻ്റെ, ഒന്ന് നമ്മുടെ. മോഹൻലാലിൻ്റെ വിറ്റ് കർണാടകത്തിൽ പോയി, പിന്നെ അത് പോയി. ഇപ്പോൾ കേരളത്തിൽ ഒറ്റ ഒരെണ്ണമുള്ളൂ ഇത്. അതുകൊണ്ട് വേണമെങ്കിലും കയറ്റി നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇത് ഏത് സ്ഥലത്തൂടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം, എങ്ങോട്ട് വേണമെങ്കിലും പോവാം. ഈ സൈഡിലൊക്കെ കാണുന്നത് BROയുടെ പഴയ ബിൽഡിങ്ങും അതുപോലെ തന്നെ റോഡ് പണിക്ക് ആൾക്കാർ. ഇവിടെ കച്ചവട സ്ഥലമായിട്ടുള്ള കടകളുണ്ട്. ഇത് സീസൺ ടൈമിലുള്ള കച്ചവടം. ഇതേതോ പാസ്സാണല്ലോ. പാസ്സല്ല, വ്യൂ പോയിന്റാ. ഏതോ ഒരു വ്യൂ പോയിന്റ് ആണ്. അപ്പം ഇവിടെ ഇപ്പൊ സീസൺ അല്ലാത്തതുകൊണ്ട് കച്ചവടം ഇല്ല. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നാൽ ചൈന കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ആയിരിക്കും. അതായിരിക്കും വ്യൂ പോയിന്റ്. ഇപ്പൊ മൊത്തം മഞ്ഞ്. ഇത് എന്തോരം കടകളാന്ന് നോക്കിയാൽ വഴി മൊത്തം ഇഷ്ടം പോലെ കടകൾ, പച്ചക്കറി സാധനം, ഫ്രൂട്ട്സ്, ഇത് അങ്ങനെയൊക്കെയാണ് ഇവർ കച്ചവടം ചെയ്യുന്നത്. അല്ലടാ, ഗസ്റ്റുകളെ നോക്കിയുള്ള കച്ചവടം. ഇവിടെയൊക്കെ ഒരു കടയുണ്ട്. ഈ അടുത്ത് പൂട്ടി പോയാ ഗസ്റ്റ് ഇല്ലല്ലോ, വണ്ടികൾ കയറ്റി കൊടുത്തിട്ട് നോക്കിയാൽ എന്തോരം കടകളാന്ന് നോക്കിയാൽ പോകുന്ന വഴിക്ക് വ്യൂ പോയിന്റ് ആടാ. ചൈന കാണാനുള്ള വ്യൂ പോയിന്റാ ഗൈസ്. ഇവിടെയൊക്കെ വീടുണ്ട് കേട്ടോ, ചെറിയ വീടുകൾ. ഒറ്റ മറ്റേട്ടാ വീടുള്ളവനെ, എല്ലായിടത്തും വീടൊന്നും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ നമ്മളെ ഓർമ്മയിലൊക്കെ പലതും പോയി. അതെ അല്ലേ. ഇവിടെ നല്ല നമുക്കൊരു ചേച്ചി ഇവിടെ ബിസ്ക്കറ്റ് സാധനമൊക്കെ മേടിക്കാൻ കേട്ടോ. നീ കുറച്ച് ബിസ്ക്കറ്റും കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ടോ. എവിടെ? കുർക്കുറയൊക്കെ അതിൻ്റെ അകത്ത്. നമ്മളെ അങ്ങോട്ട് ആരോഗ്യപരമായിട്ട് സഞ്ചരിക്കൂല കേട്ടോ. ബൈക്കിലെ കടയിൽ ഞാൻ പോണോ? അയ്യോ, ഗൂഗിൾ പേ ഇല്ല. ആരുടെ പൈസയുള്ള ഗൈസ്. ചെറിയ രീതിയിലുള്ള മഴത്തുള്ളികളുണ്ട്. അതായത് ഇവിടുന്ന് ഇനിയും നമുക്ക് അപ്രോക്സിമേറ്റ് കുറച്ച് കിലോമീറ്റർ ഉള്ളൂ. ഇത് 10 രൂപയുടെ പാർലേജി, ഇത് 10 രൂപയുടെ പാർലേജി, 10 രൂപയുടെ ബോർബൺ. ഇതാണ് ഇവിടെ ആകെ കിട്ടുന്നത്. ലിബിനും ദീപിച്ചേട്ടനും അപ്പനൊക്കെ ഇത് നേരെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിടെ വല്ലതും കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടി. കിട്ടിയാൽ നമുക്ക് അങ്ങോട്ട്. ഇവിടെയൊക്കെ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ, പൈസ കൊടുത്ത് ഉപയോഗിക്കുന്ന ടോയ്ലറ്റുകളാണ്. ഇവിടെ കടയുണ്ട്. ഇത് സീസൺ അല്ലാത്തതുകൊണ്ട് നോ സമ്മതിക്കൂല. 10 രൂപയ്ക്ക് ലിബിനൊക്കെ പോയിട്ട് സമൂസ മേടിച്ചോണ്ട് വന്നു. വെജാ വയ്ക്കോ, വേറെ വെള്ളമൊന്നും കിട്ടില്ല. വേണം ഫൈനലി കിട്ടിയ സമൂസ വെച്ച് വിശപ്പെടുക്കാം. ആർമിക്കാരായതുകൊണ്ട് 10 രൂപ. ഇവിടെ വലിയ വിലയൊന്നുമില്ല, 12 രൂപ ഉള്ളൂ, 2 രൂപ ഉള്ളു. മേലോട്ട് തന്നെയും കിട്ടും. ഇവിടെ മന്ദിറില്ലേ, ബാബ മന്ദിർ കിട്ടും. ഗായ്സ് ഇങ്ങോട്ട് വന്ന് റോഡ് ചെറുതായില്ലേ ഇവനെ. താഴോട്ട് ഫുള്ള് ഇറക്കുവാ. നമുക്ക് മറ്റേ റൂട്ടിൽ കൂടെ തന്നെ വരാൻ, തിരിച്ചു വരണ്ട.
15 കിലോമീറ്റർ മൊത്തം ഇറക്കം. ഇത് ലോക്കൽ ടാക്സി ഇതിലും പോകുന്നുണ്ടോ? ഉണ്ട്. ഞാൻ ഇപ്പൊ കയറ്റിട്ട് കാണിച്ചു തരാം. ഇതേ പോകുന്നു ടാക്സി. ഇത് കറങ്ങാൻ വേണ്ടി വരുന്ന ആൾക്കാരല്ലേ? അതെ, കറങ്ങാൻ വേണ്ടി വരുന്ന ആൾക്കാരെ. അതെ, മൊത്തം കാണാൻ വേണ്ടി വരുന്നവരാട്ടോ. വളരെ ഇടുങ്ങിയ റോഡ് എന്ന് വെച്ചാൽ വളരെ ഇടുങ്ങിയ റോഡാട്ടോ. ഒന്നും കാണാനും പറ്റില്ല. നമ്മള് കില്ലക്കിസ്ഥാല് പോയ പോലെ മൊത്തം സൈഡ് ഇങ്ങനെ കൂർത്തിരിക്കുക. അതെ അതെ അല്ലേ? സിംഗിൾ വേ. ഇത് താഴോട്ടെ ഇത് മഞ്ഞല്ലെങ്കിലും ഉണ്ടല്ലോ ഇച്ഛ എണ്ണ വലിക്കും. അമ്മാതിരി കൊക്കയായിരിക്കും കേട്ടോ താഴെ. എനിക്ക് അങ്ങനെ തോന്നുന്നു. നിനക്കോടാ? എനിക്ക് ഭയങ്കര കൊക്കയായിട്ട് തന്നെയാണ് തോന്നുന്നത്. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോ നമുക്ക് 4 വരിപ്പാത കിട്ടി കേട്ടോടാ. 4 വരിപ്പാതയാ? 2 വരിപ്പാത. ഗ്ലാസ് മടക്ക ബാബാ, ഈ ഗ്ലാസ് നോക്ക് ബാബാ. ഈ ഗ്ലാസ് കൂടെ ഒതുക്കിയെടുക്ക് ബാബാ. ബാബാ 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 ബാബാ. ആ വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. അവൻ പോണം. ബാബാ 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 ബായ് ബാബാ 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 ബാബാ. ഒന്ന് വഴിക്കേ ഇതേപോലെയുള്ള നല്ല നല്ല കിടിലം വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അത് 1 2 ഒന്നുമല്ല, ഇഷ്ടം പോലെ. പക്ഷെ റോഡ് ഇങ്ങോട്ട് എത്തിയപ്പം ചെറിയ നാര റോഡായല്ലേ? റോഡ് ഇതേപോലെ ഫ്രണ്ടിലെ വണ്ടിയൊന്നും കാണത്തു പോലും ഇല്ല. നോക്കിയേ, ഇങ്ങോട്ട് വീതി കുറഞ്ഞു കേട്ടോ. അതായത് വേറെ ട്രക്ക് കയറി ഒന്ന് തീരുമാനമായി. അതെ ഗൈസ് നോക്കിയേ, ചെറിയ പാലരുവികൾ എന്തോരെയാടാ. 1 2 ഒന്നുമല്ല കേട്ടോ. എനിക്ക് തോന്നേ ഇവിടെ ഈ സിക്കിം ഇപ്പം മൺസൂൺ സീസണാണ്. നമ്മൾ പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. സിംഗിൾ വേ ആണേലും ഇങ്ങനെയുള്ള ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ കൂടിയാണ് പോകുന്നത്. പക്ഷേ ബാക്കിലും ഫ്രണ്ടിലും വരുന്നവർക്ക് മാത്രം വണ്ടിയൊന്നും കാണാൻ പറ്റില്ല. നമുക്കൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. ഫുള്ള് കോടയായിരിക്കും. ഒരു സാധനം കാണാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഇന്നത്തെ ക്ലൈമറ്റ് അത്ര നല്ലതല്ല. ആഹാ, എന്താ വെള്ളച്ചാട്ടം. നല്ല കാലാവസ്ഥയാണ്, നല്ല ലുക്കായിരിക്കും കേട്ടോ. ഇതെന്തോരം വണ്ടിയാന്നൊക്കെ പോകുന്ന ഫ്രണ്ടില് ടൂറിസ്റ്റിനെ കൊണ്ട് പോകുന്ന വണ്ടിയാ. പക്ഷെ ടൂറിസ്റ്റിനെ ഒന്നും കാണിക്കുന്നില്ല, അടിച്ചു വിട്ടോണ്ടിരിക്കുക. ഇത് തന്നെ കാണിക്കുന്നത്. ഒരു വണ്ടി ഓടിക്കുന്നത് കാണിക്കും. പിന്നെ ലോറി ഓടുന്നുണ്ടല്ലോ. ലോറി ഓടുന്നുണ്ട്, അങ്ങനെ എല്ലാം ഓടുന്നുണ്ട്. പക്ഷേ നമുക്ക് മാത്രം പെർമിറ്റ് തിരിച്ച് 5 മണിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. 5 മണിക്ക് നമുക്ക് പക്ഷേ അതിലേ പോകണം. നമുക്ക് വേറെ അപ്പുറത്ത് കൂടെ നമുക്ക് പോവാം. നമ്മൾ വന്ന റോഡ് അത്ര നല്ല റോഡല്ല അല്ലേ? കഷ്ടിച്ച് പാസ്സായി അപ്പുറത്തെ റോഡിൽ കൂടെ പോവാം നമുക്ക്. ഗൈസ്, ഇതാണ് യാക്ക്. തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന സംഭവം. എന്താ അതിന്റെ സൗന്ദര്യം. ഈ ഇവരെന്നെ ചെയ്യുന്നതെന്നറിയാം, തണുപ്പ് കാലത്ത് യാക്കിനെ കൊല്ലും, അതിന്റെ ഇറച്ചി ഉണക്കും, അതാണ് കഴിക്കുന്നവര്. ഗൈസ്, നമ്മളിപ്പം യാത്ര ചെയ്തൊരു കുട്ടി വില്ലേജിലെത്തി. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിന് ഇനി വെറും 9-10 കിലോമീറ്റർ ഉള്ളൂ. ഇവിടെ ഒരു ചെറിയ ടൗണാണ്. നമുക്ക് എന്തുകൊണ്ട് ഇവിടെ നിർത്താനൊന്നും നമ്മളെ സമ്മതിച്ചില്ല എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. നമുക്ക് വേണം നിൽക്കാം, പക്ഷേ പണിയാവും. പറഞ്ഞു വിട്ടല്ലേ? അല്ലെന്നേ, അവരെപ്പം വിളിച്ചു പറയും താഴെ നിന്ന് പോലീസുകാരോട് കൂടെയുള്ള അങ്ങനെ പൊക്കും. അവിടെ അങ്ങനെ കുറേ സ്ഥലത്ത് ഇതേപോലെ 8ന്റെ പണി കിട്ടിയിട്ടുള്ളത് നമുക്ക്. അത് എന്തോരം കഫകളാ, എന്തോരം സ്ഥാപനങ്ങൾ. പല സ്ഥലത്തും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വീഡിയോ എടുക്കരുത്. ഗൈസ്, പോകുന്ന വഴിയെ ഫുള്ള് ടിബറ്റ് ഫ്ലാഗ് കെട്ടിയാക്കുന്നൊരു ലേക്ക്. ഇവിടെ എന്തോ ടോയ്ലറ്റ് ഫെസിലിറ്റി സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴേന്ന് ടാക്സിക്ക് വന്ന ആൾക്കാരാട്ടോ കാണുന്നത്. സത്യം പറയാം, ഇങ്ങനത്തെ ടൂറിസ്റ്റ് പ്ലേസ് ഇങ്ങനത്തെ വണ്ടിക്ക് വരരുത്. ഒരു ഐശ്വര്യ സഹോദരൻ അവിടെ ആ സൈഡിൽ തന്നെ കിടക്കുന്നുണ്ട്. വെസ്റ്റ് ബംഗാൾ വണ്ടി കേട്ടോ. വണ്ടിക്ക് എന്താ കംപ്ലൈന്റ് കടന്നു, ഓവർ ഹീറ്റ് ആയിരിക്കും. ഓവർ ഹീറ്റ് ആണ് നമ്മുടെ വണ്ടി. പക്ഷെ ഓവർ ഹീറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആകുന്നില്ല കേട്ടോ. ഗിയർ ബോക്സ് പോയി കേട്ടോ. ഗിയർ ബോക്സ് അല്ലേ? ഗിയർ ബോക്സ് ചാക്കി കെട്ടിക്കൊണ്ട് പോവാ. ഇതേപോലെ എന്നെ സഹായിക്കണം കേട്ടോ. ഗിയർ ബോക്സ് പോയി. എൻ്റെ പൊന്നും കുരിശ് മുത്തപ്പ, പാവം. ടാറ്റ ആയതിൻ്റെ കിട്ടും. നമ്മളൊക്കെ മെക്കാനിക്ക് എവിടെ നിന്ന് ഇറങ്ങി വന്നെന്ന് ആലോചിച്ച് നോക്കി. എത്രയോ നാള് നമ്മൾ ഇങ്ങനെ കിടന്നിട്ടുള്ളതാ. 14 ദിവസം ലഡാക്കിൽ നമ്മൾ ഇതേപോലെ എഞ്ചിൻ തകർന്ന് കിടന്ന. ക്ലച്ചാണോ പോയത്? ഗിയർ ബോക്സ് പോയല്ലേ? നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ടൗണുകളും റെസ്റ്റോറൻറ്റുകളും കിട്ടും. ഇടയ്ക്ക് VAN റേഞ്ച് കിട്ടുന്നുണ്ട് കേട്ടോ. VAN അല്ലേ? പിന്നെ BSNL റേഞ്ച് ഉണ്ട്. വേറെ ഒന്നിനും അങ്ങനെ
റേഞ്ചും സംഭവങ്ങളൊന്നും കാണുന്നില്ല. പഴയ വോഡാഫോൺ ഇല്ലേ അതിന്റെ ടവറാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ അത്യാവശ്യം എല്ലാ ഫുഡുകളും കിട്ടുന്ന കഫേകള് സംഭവങ്ങളും കാര്യങ്ങളുണ്ട്. ഞാൻ നോക്കിയിട്ട് വലിയ പൈസകൾ ഇവർ കൂടുതൽ മേടിക്കുന്നില്ല. ഇല്ല ഇല്ല, ചെറിയൊരു പൈസ. നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇത് ഫ്രീസ് ആയിരുന്നു കേട്ടോടാ. നമ്മൾ നല്ല തണുപ്പുള്ള മഞ്ഞ് വരുന്ന സമയത്തല്ലേ ഇവനെ വന്നേ. ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ ഇഷ്ടം പോലെ. അതാ ഇവിടെ ടവറും ഉണ്ട്. കാലക്കി എന്താ രസം. എനിക്ക് തോന്നി ജിയോ ടവർ. അത് ജിയോ അല്ല, BIN. BIN. ഇവിടെ ഇങ്ങനെ വണ്ടി ഒതുക്കാലടാ. ഇവിടെ ഒതുക്കിയിടാം. നേരെ ഇങ്ങനെ ഒതുക്കിയിടാം. യാക്ക് എത്രയാണോ നോക്കിയവനെ. യെസ് കമാൺ. എല്ലാവർക്കും ലേക്ക് കാണാം. മഴയാണ്, കുടയുണ്ടോ? നമ്മളങ്ങനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തി. -12 ലേക്കിൽ. നല്ല മഴയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പം മൊത്തം ഫ്രീസായിട്ട് കിടന്ന സ്ഥലമാണ്. ഇപ്പോൾ ഫ്രീസിങ് സംഭവമൊക്കെ മാറി. ഗസ്റ്റുകൾ വളരെ കുറവ്. ഇതാ ഒരു യാക്കിനെ വൃത്തിയാക്കുന്ന നോക്കിയാൽ. ഇത് കുഞ്ഞാണ്, നിങ്ങൾ ട്രെയിനിങ്ങിന് കൊടുക്കാൻ വേണ്ടി വന്നാക്കുന്നതാണ്. ഇതാ ഇത്. ഓ, അപ്പോൾ അവിടെയോ? അത് ട്രെയിനിങ് കൊടുത്ത വലുത്. ആ ഗൈസ്, ആരും ഇറങ്ങുന്നില്ല. ഭയങ്കര മഴയായതുകൊണ്ട് ഞങ്ങൾ മാത്രമേ ഇറങ്ങിയുള്ളൂ. നല്ല രസമില്ലേ ഗൈസ്? നോക്കൂ, ഇത് പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് പോകുന്നിട്ട് നമുക്ക് കണ്ടമാനം കാണാൻ പറ്റും. നമുക്കേ ഇനി മുകളിലേക്കാണ് കയറണ്ടേ. മുകളിലോട്ടാ പോണ്ടേ? മുകളിലേക്ക് വന്നപ്പോഴത്തേനും നമുക്ക് ബ്രീത്തിങ്ങിന് ഇഷ്യൂ ആയി വരുന്നുണ്ടല്ലേ ഇവനെ ചെറുതായിട്ട്. മൈനസ് ഇല്ല കേട്ടോ, 6 ഉള്ളൂ. ലൈക്ക് 6. ഓവർ സംസാരിക്കണ്ട, പിന്നെ സംസാരിക്കാൻ പറ്റൂല. ശ്രദ്ധിയേ, ഇത് ആൾട്ടിറ്റ്യൂഡ് ലെവൽ ഹൈയാ. പക്ഷേ അവിടെ നിന്നൊക്കെ വെള്ളച്ചാട്ടം പോലെ വരുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല ഇത് ക്ലിയർ ആവുന്നത്. ഇത് ഇങ്ങനെ ആയിരിക്കും. ഇത് വരേണ്ട സമയത്ത് വരണമല്ലോ ഇവന് ഇവിടെയൊക്കെ കാണാൻ വേണ്ടി. കഴിഞ്ഞ വർഷം വന്ന കറക്റ്റ് ടൈമായിരുന്നു. അപ്പോൾ ടൂറിസ്റ്റുകൾ കൂടുതൽ വരാൻ നേരത്തെ ഇവർ അധികം ശ്രദ്ധിക്കൂല. ടൂറിസ്റ്റുകൾ കുറഞ്ഞു വരാൻ നേരത്തെ ഇവർ കറക്റ്റ് പ്രോപ്പർ ചാനൽ ഇവർ എല്ലാ കാര്യം ഇവിടെ കൊണ്ട് ഈ സിം വെച്ചാൽ കാര്യം എന്നാ? ഇവിടെ വരുന്ന ആൾക്കാർക്ക് റേഞ്ച് കിട്ടാൻ വേണ്ടി. സുൽക്ക് कितना आवर में जाएगा भैया? कितना आवर कितना आवर? कितना टाइम लगेगा? ऐसे 4 घंटा 5 घंटा लगेगा. 4-5 घंटा लगेगा. गूगल मैप में इतना नहीं देगा. अरे हॉग है ना, हॉग की वजह से यहाँ से ऊपर तक नहीं दिखता है. अच्छा, ये लाइट काम नहीं करता है. अच्छा, मतलब ऐसे होता है. कितना दूर कितना है यहाँ से? 75-80 किलोमीटर है. 50 75 75. 75 किलोमीटर है. यहाँ से रंगली जाएगा, जैन रोड जाएगा, RN रोड से जाएगा. 75-80. आज एक बंद है नदुल्ला बंद है. कल से खोल देगा. कल से संडे तक खुला है. आदमी जाएगा उधर? जाएगा. अच्छा, आज नहीं देता है ना. आज नहीं है ना? कल देता है. कल से देता है संडे. अभी कितना दिन है इसमें फोगी? अभी तो यहाँ से बहुत दूर तक है. 55 किलोमीटर ऐसे तक मिलता है. नहीं आज कल भी है. ऐसे बारिश की सीजन है ना, ऐसे रहता है. हाँ, अक्टूबर से ऐसे नहीं रहता है. अक्टूबर है ना? हाँ, पूरा खुला रहता है. बर्फ मिलता है इधर. बर्फ है ना? हाँ, ऐसे वाला गाड़ी नहीं चलता है. बाबा मंदिर किधर जाएगा? 18 किलोमीटर जाना पड़ेगा. इधर है, आगे जाना पड़ेगा. वो बाबा मंदिर का सामने है ना? वहाँ से तो बहुत दूर है. सुल्क. हाँ, दोनों रूट है. हाँ, बहुत दूर है यहाँ से. 55-56 किलोमीटर है. किधर? स्लिप रोड. इंग्लिश में इंग्लिश में 55. ऐसे आगे जाना पड़ेगा. है सही में ना? भैया मैं पूछने का, सिल्क रूट यही है ना? हाँ, वो बाबा मंदिर बाबा मंदिर ऐसे आगे 18 किलोमीटर जाए. बाबा मंदिर इधर ही है ना? नहीं रास्ता एक ही है. हाँ, एक ही है ना? एक ही है. दूसरा रास्ता नहीं है. बाबा मंदिर का कितना किलोमीटर है? 18 किलोमीटर. 18 में इंग्लिश में 80 किलोमीटर. 18 हाँ 12 കിലോമീറ്റർ. വിടാം, നമുക്ക് അതിലങ്ങ് പോകാം. മഴ കഴിഞ്ഞു, സംഭവം തെളിഞ്ഞു, വേറൊരു മൂഡായിട്ടോ. പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ ഓവർ നിൽക്കുന്നതിൽ നല്ലത് നമുക്ക് ഇവിടുന്ന് യാത്ര തിരിച്ച് അടുത്ത സ്ഥലത്തോട്ട് പോകുന്നതായിരിക്കും. നമുക്ക് എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത് ബാബാ മന്ദിറും അതുപോലെ തന്നെ സിൽക്ക് റൂട്ടും പിടിക്കാം. അവരെന്തായാലും പറഞ്ഞില്ലേ പോകാൻ പറ്റില്ലെന്ന്. നമുക്ക് ഒരു ദിവസം കൊണ്ട് തീർക്കണം. വൈകുന്നേരം 5 മണിക്ക് ഇറങ്ങണം. അതാണ് നമ്മുടെ ടാർഗറ്റ്. 5 മണിക്ക് നമുക്ക് ഐലൈൻ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങാം. ഇത് ഇടണ്ട കേട്ടോ, കിളി മാറുന്ന മണമാ. നമ്മളെയാ കുഴപ്പമില്ല. എൻ്റെ അടുത്ത് ആരും വരില്ല. സാധാരണ എല്ലാവരും ഓടി വരും എന്നോട് സംസാരിക്കും. ഗൈസ്, അപ്പം ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പം നാളെ നമുക്ക് ബാബാ മന്ദിറും അതുപോലെ സിൽക്ക് റൂട്ടും കാണാം. ഇച്ചിരി കോമ്പറ്റീഷൻ നിറഞ്ഞ പരിപാടിയാണ്. അപ്പം ഈ കാണുന്ന ഈ സ്ഥലത്തിനോട് നമ്മൾ വിട പറഞ്ഞ് നേരെ നമ്മൾ നമ്മുടെ വണ്ടിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്. മഴയാണ്, അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. അല്ലാതെ നമുക്ക് ഇച്ചിരി കൂടെ ഇറങ്ങി നമുക്ക് എടുക്കാമായിരുന്നു. പാവം യാക്കുകൾ മഴ നനഞ്ഞ് നിൽക്കുന്നു. യെസ് അല്ലേ? നമുക്ക് നീങ്ങിയാലോ? നീങ്ങാം. എന്ന് നദുല പാസ് ഓപ്പൺ ആവുന്നോ അന്ന് നമുക്ക് ഇന്ത്യയിൽ നിന്ന് വണ്ടി അടിച്ച് ചൈന വഴി യൂറോപ്പും അമേരിക്കയൊക്കെ പോവാം. ഇപ്പം നദുല ഓപ്പൺ അല്ലാത്തതുകൊണ്ടാണ് നമ്മളെപ്പോലെയുള്ളവർ നേപ്പാൾ വഴി ടിബറ്റ് വഴിയൊക്കെ യാത്ര ചെയ്ത് കണ്ടോ. നേരെ നോക്കിക്കഴിഞ്ഞാൽ നദുല പാസ് നിങ്ങൾക്ക് കാണാം.
ഞാൻ പോകുന്ന വഴിക്ക് പാസ് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം. ഇപ്പം അങ്ങോട്ട് കയറ്റി വിടത്തില്ല. ഇന്ന് ലീവാണെന്നാണ് പറഞ്ഞത്. ഇന്ന് നാളെ ഉള്ളെന്ന്. ലേക്കിൻ്റെ ഒക്കെ ഭാഗങ്ങൾ ഇവിടുത്തെ കാണാം കേട്ടോ, കണ്ടമാനം. ആ ചൈന ബച്ചായ ഒന്നുമില്ല കേട്ടോ, ഞങ്ങൾ പോയി കണ്ടാണ്. ഫുള്ള് ക്യാമറ സെൻസറുവാ, ലെൻസ് മറ്റേ സെൻസർ ലേസർ. അവരുടെ വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ മറ്റേ പട്ടാളക്കാർ ഉപയോഗിക്കുന്ന ജിപ്സിയാണ്, അവിടെ ലാൻഡ് ക്രൂസറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. വേറൊരു രീതിയാണ് ഇവിടുത്തെ വേറൊരു രീതിയാണ്. കണ്ടോ എഴുതി വെച്ചേക്കുന്നുണ്ടോ? അതായത് ഇൻഡോ ചൈന ത്രെഡ് സെന്റർ. ത്രെഡ് എന്നാണോ എഴുതിയേക്കുന്നത്? ത്രെഡ് എന്നാണോ? ത്രെഡ്. അതായത് തൊട്ടടുത്താണ് ആ സംഭവം കേട്ടോ. ഇതിലേക്ക് പോകുന്ന വഴി കാണാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, ഈ പ്രാവശ്യം ഇവിടുന്ന് അങ്ങോട്ട് പറ്റിപ്പോയത് വലിയ അബദ്ധമായി. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ മതിയല്ലേ, നമുക്ക് റോഡ് നമുക്ക് ഇച്ചിരി ഇതായിപ്പോയി. ഇത് നദുല, ഇതുണ്ട് 0.6 കിലോമീറ്റർ ഉള്ളൂ നദുല. എത്രയാണ്? 6 0.6. അപ്പൊ നദുല പാസ് മീറ്റർ ഉള്ളൂ. നദുല പാസ് നമുക്ക് പോവാല്ലേ? നദുല പാസ് നമുക്ക് പോകത്തില്ല. അതെങ്ങനെ പോവാ? അവർ റെസ്ട്രിക്റ്റഡ് അല്ലേ? 0.5 അല്ലേ? ചൈനയിൽ കൂടെ നമ്മൾ വണ്ടി ഓടിച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ കൂടെ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഈ രണ്ട് സൈഡിൽ കൂടെ അപ്പുറം ഇപ്പുറം ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ 2 സ്ഥലം എന്നാന്ന് ഞങ്ങൾക്ക് കറക്റ്റ് അറിയാം. ഇതാണ് നമുക്ക് ആ പോകേണ്ട റൂട്ടുകളും സംഭവങ്ങളും, സിൽക്കും മറ്റു സംഭവങ്ങളും നമ്മളെന്തായാലും ഇതാണ് സംഭവം. അപ്പോൾ ഇപ്പോൾ തിരിയേണ്ട ഭാഗങ്ങൾ എവിടെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു കേട്ടോ. നദിലേക്ക് തിരിയേണ്ട ഇതാണ് നദുല പാസിന് പോകുന്ന വഴി. വെറും 1 കിലോമീറ്റർ ഈ കയറിയാൽ 1 കിലോമീറ്റർ ചൈന. ചോദിച്ചു നോക്കിയാൽ അങ്ങോട്ട് വിടുവന്ന് വെറുതെ ചോദിച്ചു നോക്കിയേ, അങ്ങോട്ട് പാസിലേക്ക് വണ്ടി എടുക്കുക. അങ്ങോട്ട് എടുക്കാൻ പറ്റൂല. അവർ വെറുതെ അവിടെ ഹെലിപ്പാഡ് സംഭവമൊക്കെ ഉണ്ട്. നമുക്ക് താഴോട്ടാ പോകാൻ പറ്റും കേട്ടോ. 1 കിലോമീറ്റർ അല്ലേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ. അപ്പുറം ഇപ്പുറം നമ്മൾ വണ്ടി ഓടിച്ചാൽ. ഗൈസ് നോക്കൂ, ഇവിടുന്ന് 1.5 കിലോമീറ്റർ ഉള്ളൂ. ആലോചിക്കണം, 25 ലക്ഷം രൂപ മുടക്കി അന്ന് എനിക്ക് മൊത്തം ചിലവായി. അന്ന് നമ്മൾ ഇന്ത്യയിൽ നിന്ന് നേപ്പാളിൽ നിന്ന് ടിബറ്റ് വഴി ചൈനയ്ക്ക് പോയപ്പോൾ. ഇവിടുന്ന് നമ്മൾ അത്രയും പൈസയൊന്നും വേണ്ട, നമുക്ക് വളരെ ചെറിയ പൈസക്ക് ഇന്ത്യയിൽ നിന്ന് കയറി പോകാം. പിന്നെ ഇവിടെ വെയിറ്റിംഗ് ഉണ്ട്, അങ്ങനെ വിളിച്ചിട്ടുണ്ട്. അത് താഴെ ഗാങ്ടോക്കിൽ കിടന്നാൽ മതിയല്ലോ. ഇപ്പം അറിയാമല്ലോ, ഇപ്പം ചോദിക്കുന്നുണ്ട്, എന്നാന്ന് നോക്കിയിട്ട് നോക്കാം. ഗൈസ് ഇങ്ങോട്ട് പോകില്ല, ഞാൻ ചോദിച്ചു ചെന്നിട്ട്. പ്രൈവറ്റ് ഗാഡിക്ക് അങ്ങോട്ട് പോകാനുള്ള ഇതില്ല, പെർമിഷൻ ഇല്ല. അവിടെ അങ്ങനെ തന്നെ ആയിരിക്കും ഇവിടെ. അപ്പം എവിടെയാ? അപ്പുറം ബൈക്കോ ഒന്നിനും ഇല്ല. ഒരു 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചൈനയെന്ന് ആലോചിക്കണം. നമ്മൾ എന്തോരം പാസ് കയറി, ചൈനയിൽ എന്തോരം പാസ് കയറി, ഈ ലോകത്തിൽ എന്തോരം ഹൈ ആൾട്ടിറ്റ്യൂഡ്. നമ്മുടെ ഇന്ത്യയിലുള്ള പോലെ നമുക്കൊരു അറിവാട്ടോ. നമുക്ക് ഈ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു സംഭവത്തിനുള്ള ഒരു മുന്നൊരുക്കമാണ്. ആ സംഭവം എന്നാന്നുള്ളത് വെയിറ്റ് പണ്ടുക എല്ലാം റെഡി ആയിടും. തൊട്ടപ്പുറം കാണുന്ന സ്ഥലമില്ലേ, അത് ഫുള്ള് ചൈന കേട്ടോ. അത് അങ്ങേ സൈഡ്, അതായത് നമ്മുടെ ലാൻഡ് കഴിഞ്ഞ് കിടക്കുന്ന സ്ഥലം മൊത്തം ചൈനീസ് സൈഡാണ്. ഗൈസ് എൻ്റെ മൈക്കിളിൽ കിളിയും കിളിക്കുഞ്ഞും മാറി, കരയാനും പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. ശ്വാസം കിട്ടാത്തൊരു ബുദ്ധിമുട്ടുണ്ട് നന്നായിട്ട്. ഇല്ലില്ല, ഇറക്കും അത് വെള്ളം കൊടുക്കടി, അല്ലെ കുറുക്കുറ എന്തെങ്കിലും കൊടുക്കടി, കരയിപ്പിക്കല്ലേ. കൊച്ചിന് പ്രശ്നമില്ലാത്ത സ്ഥലമാ. കൊച്ചിന് പെട്ടെന്നൊരു വയ്യാഴിക.